ഹായ് ഗായ്സ്, എന്തായി എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ തെക്കേ ഗോപുരം നടയിലാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. സോ പോയി കണ്ടിട്ടോ. ഹായ് ഗായ്സ്, പിന്നെ അതിന് ശേഷം ഇപ്പം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്നുള്ള 6 മണിക്കുള്ള ധൻബാദിൽ നേരെ തൃശ്ശൂർക്ക്. ജനറലായതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം തന്നെ സീറ്റ് കയറിയിരുന്നു, അല്ലെ സീറ്റ് എടുത്തില്ല. ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് ടേക്കിംഗ് ഗാർഡൻ വരാം കേട്ടോ. നമ്മൾ തൃശ്ശൂർ എത്തിയപ്പോൾ കൃത്യം 9 മണിയായിട്ട്. അപ്പോൾ തന്നെ വിശന്ന്. അപ്പോൾ തന്നെ ഈ ഹോട്ടലുണ്ട, ഈ ഹോട്ടൽ വനിതാ ഊട്ടുവരെ കയറി ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചു. ഇനി നേരെ മേളത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് ഉച്ചോട്ടേ കണ്ടോ. പറയാതിരിക്കാൻ പറ്റത്തില്ല, മേളത്തിൻ്റെ വൈബ് എന്ന് പറഞ്ഞത് വേറെ മൂഡാണ്. അങ്ങനെ മേളം കേട്ട് ഞാനും വൈബ് ചെയ്തു. അപ്പം എൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇവന് എന്തൊട്ട് തേങ്ങ കാണിക്കണത്. ബട്ട് ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാനൊന്നും മൈൻഡ് ചെയ്ത് അങ്ങോട്ടിരുന്ന് വീഡിയോ എടുത്തു. കുറേയൊക്കെ നോക്കിയിട്ട് ഞാനും താളം തമ്മിൽ ഒരു സിങ്കം കിട്ടുന്നില്ല. താളം വേറൊരിടത്ത്, ഞാൻ മറ്റൊരിടത്ത്. അപ്പോൾ ഗൈസ്, മേളം കഴിഞ്ഞു. അപ്പോൾ അതേ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോകുന്നത് നമ്മുടെ മെയിൻ കുടമാറ്റം നടക്കുന്ന ആ സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പം അവിടെയുള്ള വിച്ചൂട്ടി കണ്ടിട്ടു. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തെക്കേ ഗോപുരം നടയിലാണ്. അപ്പം ഇവിടെയാണ് മെയിൻ കുടമാറ്റം നടക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ തിരുവമ്പാടിയിലെ ആനകളും, ഈ ഒരു ഭാഗം കണ്ട ഈ ഒരു ഭാഗത്തിലായിരിക്കും പറമേക്കാവിലെ ആനകൾ വയ്ക്കുന്നത്. ഒരു 3:30, 4, 5 മണിയോടെ തന്നെ ഇവിടെ ഫുൾ ആൾ കൊണ്ട് നിറയും. മനസ്സിലായി? ഇവിടെയൊക്കെ കൂടുതൽ VIPs ആയിരിക്കും കൂടുതൽ ഇവിടെ വന്ന് ഇരിക്കുന്നത്. അപ്പം നമുക്ക് പൂരം നൈസായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. സോ ആ ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഏകദേശം ഒരു 3-3:30 ആകുമ്പോൾ തന്നെ പോലീസുകാരെല്ലാവരും നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാവരും ഇറക്കി വിടും. പിന്നെ നമ്മൾ ഈ 2 സൈഡിലും വടം കെട്ടിക്കും. ഭാഗം കണ്ട ഇവിടെ കുറച്ച് കുറ്റികൾ അടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഈ കുറ്റികളുടെ അവിടെ മുഴുവൻ വടം കെട്ടിയിട്ട് ആൾക്കാരെ മുഴുവൻ ഈ സൈഡിലും ഇവിടെയും കുറേ അതേപോലെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം അവിടേക്കായിട്ട് പൂരം കാണണമെങ്കിൽ നമ്മൾ ഒരു 2:30-3 മണിയോടെ ഈ വടത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈസായിട്ട് പൂരം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് അടിക്കാനോ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു 3-3:30 ആകുമ്പോൾ ഇവർ വടം വലിച്ചു വിടും പോലീസുകാർ. അപ്പോൾ ആ സമയത്ത് വടത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് നൈസായിട്ട് പൂരം അറ്റൻഡ് ചെയ്തിട്ട് നൈസായിട്ട് ഇറങ്ങാൻ പറ്റും. അല്ലാതെ സപ്പോസ് നമ്മൾ ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ തിരിഞ്ഞ് കിടക്കുവാണെങ്കിൽ നമുക്ക് നൈസായിട്ട് വടത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കാൻ പോവാണ്. അപ്പം അവിടെയുള്ള വെച്ച് വെക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വടത്തിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 3-3:30-4 വരെയെങ്കിലും വടത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കണം. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം. മാത്രമല്ല, നമ്മൾ പൂരം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോൾ. അപ്പോൾ നമ്മൾ മിനിമം നമ്മുടെ സൈഡ് ബാഗ് ഇപ്പോൾ വേണ്ട, എൻ്റെ ഒരു ചെറിയ സൈഡ് ബാഗ് ഉണ്ട്. സൈഡ് ബാഗിൻ്റെ അകത്തൊന്നും ഇല്ല. എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. സോ അതിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊരിക്കലും വരാൻ പറ്റത്തില്ല. സോ അതിനുവേണ്ടിയാണ് ഞാൻ ഈ സൈഡ് ബാഗ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പൂരം സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ മിനിമം ഒരു 2 to 3 ലിറ്റേഴ്സ്, 2 അല്ലെങ്കിൽ 3 ലിറ്റർ വെള്ളമെങ്കിലും കയ്യിൽ വേണം. സോ ആ വെള്ളം വാങ്ങാൻ പോകുന്ന വെച്ചിട്ട് കാണും. നമ്മൾ കുപ്പിവെള്ളം മാത്രമല്ല, കുറച്ച് നാരങ്ങ വെള്ളം വാങ്ങിച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് പൂരം സർവൈവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഇപ്പോൾ നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി 2 ലിറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 2ഉം ബാഗിലോട്ട് സേഫ് ആക്കി. അപ്പോൾ ഇനി നേരെ പൂരത്തിനാണ്. നമുക്ക് കുടമാറ്റത്തിൻ്റെ സമയത്ത് ഒരിക്കലും നമുക്ക് മൈക്ക് യൂസ് ചെയ്ത് വ്ലോഗ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇനി ഫുള്ള് വോയിസ് ഓവർ ആയിരിക്കും. കാര്യം അത്ര റഷ് ആ സമയത്ത് മൈക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിനി ഇനി അത് കുടമാറ്റം കഴിയുന്നവരെ വോയിസ് ഓവർ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മുടെ പുറകെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. സമയം കൃത്യം 3:58 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാരെ കണ്ട ഒരുപാട് പേര് ഉണ്ട്. അവർ ഫുള്ള് വടത്തിൻ്റെ ഫ്രണ്ടിലാണ്. അതേപോലെ നമ്മുടെ പുറകിൽ ഒരുപാട് പേരുണ്ട്. അവരുടെ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മൾ. അപ്പോഴാണ് ആ സമയത്ത് നമ്മുടെ തെക്കേ ഗോപുരം നടയിൽ നിന്ന് പറമേക്കാവിലേക്ക് തിടമ്പെടുക്കുന്ന ആന വന്നത്. സോ അതൊരു 15 ആകുന്ന വരെ അവിടെ വെയിറ്റ് ചെയ്യും. സോ 15 ആയി കഴിയുമ്പോൾ അവരെല്ലാവരും കൂടെ നേരെ നടന്ന് അങ്ങോട്ട് പോകും. അങ്ങനെ 15 ആയപ്പോൾ അവരെല്ലാവരും കൂടെ നടന്ന് നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, അതായത് തെക്കേ നടയുടെ നേരെ ഓപ്പോസിറ്റ് പോയി നിൽക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ വടം തുറന്നു. അപ്പോൾ നമ്മൾ നേരെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ കിട്ടി. അങ്ങനെ തിരുവമ്പാടിയിൽ നിന്ന് ആന ഇറങ്ങി. അങ്ങനെ പൂരം തുടങ്ങിയാൽ പിന്നെ ആ മേളം കേട്ട് ടൈം പോകണേ അറിയത്തില്ല. പക്ഷേ ഏറ്റവും വലിയ ടഫ് എന്ന് പറഞ്ഞാൽ ആൾക്കാരിടയ്ക്ക് ഇങ്ങനെ തള്ളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര തള്ള. ആ തള്ളു തുടങ്ങി കഴിയുമ്പോൾ പിന്നെ നമുക്ക്
ശ്വാസം പോലും കിട്ടത്തില്ല കുറേ നേരത്തേക്ക്. അങ്ങനെ തിരുവമ്പാടി അവരുടെ ആദ്യത്തെ കുട മാറ്റി. സോ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ കയറിയത് കറക്റ്റ് സെൻറ്ററിലായിരുന്നു എന്നാൽ പിന്നെ മനസ്സിലായത് ഞാൻ തിരുവമ്പാടിക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ പാറമേക്കാവ് എനിക്ക് കുറച്ചും കൂടെ ലോങ് ആയിരുന്നു. സോ സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാറമേക്കാവിന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, കൂടുതൽ തിരുവമ്പാടിയിൽ മാത്രമേ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുട്ടായി തുടങ്ങി. പിന്നെ എൻ്റെ മോനെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടി നമുക്ക് കാണാൻ പറ്റുന്നത് പാറമേക്കാവും തിരുവമ്പാടിയും തമ്മിലുള്ള കുടമാറ്റത്തിൻ്റെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ പറ്റുന്ന ഇരുട്ടായി തുടങ്ങിയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വെച്ചൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ. കഥകളിയായിരുന്നു അടുത്ത് വന്നത്. അത് നല്ലതായിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിരുന്നു കഥകളിക്ക്. അതിൻ്റെ മറുപടിയായിട്ട് ദേ വെച്ചു പാറമേക്കാവ് ഒരു കിടിലൻ LED കൂട. അതിനുശേഷം വന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ഈ കൂടെയായിരുന്നു. ഇതായിരുന്നു ഏറ്റവും സൂപ്പർ. അങ്ങനെ 2025 പൂരം ഇവിടെ കഴിയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, തോർത്തൊക്കെ കറക്കി. ഞാനും ഭയങ്കര ഹാപ്പിയായിട്ട് ദേ പൂരത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി രാത്രി റെസ്റ്റ് ചെയ്യുന്ന വെച്ചിട്ടേ കണ്ടിട്ട് ഈ വീഡിയോ ആര് കാണുമെന്ന് എനിക്കറിയില്ല. സോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഒറ്റ പ്രാവശ്യം പൂരം കാണുക. ഒന്നെങ്കിൽ നിങ്ങൾ ആ പ്രാവശ്യത്തോടെ പൂരം മടുക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം വരും. സോ നാളെ രാവിലെ വെടിക്കെട്ടിരിക്കുന്ന വെച്ചിട്ടേ കണ്ടിട്ടോ. നല്ല ഉറക്കം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണൊന്നും അങ്ങ് വിരിയുന്ന പോലും ഇല്ലെന്ന് നോക്കിയേ. അപ്പോൾ ഗൈസ് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് റോഡിൽ ഒരു ആൾക്കൂട്ടം കണ്ടത്. അപ്പം ആൾക്കൂട്ടം നമ്മളെത്തിയ ടൈം കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മൾ വന്ന ഉടനെ തന്നെ അവർ നിർത്തി അവരുടെ പാട്ടിന് വരും. സോ അപ്പം ഇനി നമുക്ക് കിടക്കണം. സോ ഗുഡ് നൈറ്റ്. കിടക്കാൻ പോകുന്ന വെച്ചിട്ട് കണ്ടിട്ടോ. കിടക്കാൻ നേരെ സ്പോട്ടൊന്നും ഇല്ല. മീൻസ് റൂംസൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ ഭയങ്കര റെൻ്റാണ്. നമ്മൾ ഇവിടെയാണ് കിടക്കാൻ പോകുന്നത്, ഈ ഒരു ചെറിയൊരു പാതയിൽ. സോ അപ്പം ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ സമയം കൃത്യം 3:53 ഞാൻ കാണാൻ പറ്റത്തുണ്ട് കേട്ടോ പറഞ്ഞു തരുന്നത്. ആദ്യം വെടിക്കെട്ട് നടത്തിയത് തിരുവമ്പാടിയായിരുന്നു. പട്ടക്ക സാധനമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രെയിമിൻ്റെ സൈഡിൽ നിന്ന് പൊട്ടുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു ഇല്ലേ, തോന്നിയിരുന്നു എനിക്കും തോന്നി. സോ അപ്പോൾ അങ്ങനെ തിരുവമ്പാടി പൊട്ടിച്ച് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാറമേക്കാവ് പൊട്ടിച്ചത്. അവരും വിട്ടുകൊടുത്തൊന്നുമില്ല, അവരും നൈസായിട്ട് അങ്ങോട്ടിട്ട് പൊട്ടിച്ച്. കാര്യം എന്ന് ആലോചിക്കുക, ഒരു ടൗണിൻ്റെ സെൻറ്ററിൽ ഇത്രയും കിടിലും പടക്കം പൊട്ടിക്കുന്നത് വേറെ എനിക്ക് തോന്നുന്നില്ല. വേറെ ഏഷ്യയിൽ വേറൊരു സ്പോട്ടിൽ ഇങ്ങനെ ഒരു പ്രോപ്പർ ടൗണിൽ പൊട്ടിക്കത്തില്ല. പാലക്കാട് പൊട്ടിക്കുമെങ്കിൽ പോലും ഗ്രാമങ്ങളിലാണ് കൂടുതൽ നടക്കുന്ന പരിപാടി. പ്രോപ്പർ ടൗണിൽ അങ്ങനെ പാറമേക്കാവിൻ്റെ വെടിക്കെട്ടും കഴിഞ്ഞു. നോക്കിക്കേ എന്തോരോ ആൾക്കാരാണ്. അങ്ങനെ വെടിക്കെട്ട് കഴിഞ്ഞു. അപ്പം നമ്മളിനി തിരക്കുകയാണ്, വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇന്നലെ ഫുഡ് കഴിക്കാൻ വെച്ചിട്ടേ കണ്ടില്ല. അപ്പോൾ ഗൈസ് പൂരമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം നേരെ ബിരിയാണി കഴിക്കാതിരിക്കുക. അപ്പോൾ രാത്രിയിലേക്കൊന്നും ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വെച്ചിട്ടേ കണ്ടിട്ടോ. നല്ല ടയർഡാണ്. ഫുഡ് കഴിച്ചിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങണം. അതിന് ശേഷം വെടിക്കെട്ട് കാണാൻ പോകും. സോ അപ്പോൾ നാട്ടിലുള്ള വെച്ചിട്ടേ കണ്ടിട്ടോ. ഗൈസ് പരിപാടീസൊക്കെ കഴിഞ്ഞു. അപ്പം നേരെ തിരിച്ച് ഇനി ആലപ്പുഴയ്ക്ക്. സോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.